നല്ല മനുഷ്യൻ അല്ലേ നിർമ്മലേ? നല്ലവരും കെട്ടവരും നിറഞ്ഞതാണ് ഈ ലോകം. നീ വാ. മധുര കുറച്ച് കൂടുതൽ ഒഴിക്ക്, അവന്റെ ക്ഷീണം മാറട്ടെ. അങ്ങനെയാണെങ്കിൽ തന്നെ സാറിന് ഒഴിക്കണം. ഓ, ഞങ്ങൾക്ക് അത്ര ക്ഷീണമൊന്നുമില്ല അല്ലേ മധു? എല്ലാം നിർമ്മലക്കുട്ടിയുടെ സെറ്റപ്പ്. സെറ്റപ്പോ ഗെറ്റപ്പോ ഏതായാലും ആ കുട്ടി സണ്ണിയുടെ വലയിൽ വീണത് തന്നെ. അതിന്റെ ഫുൾ ക്രെഡിറ്റ് കൊടുക്കാം. ഫുള്ളോ ഹാഫോ നമുക്ക് തീർക്കണം. ഹലോ പുഷ്പേ. അതിതാര് സണ്ണി സാറോ? ഈ വഴിയൊക്കെ മറന്നോ? ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. പിന്നെ നാട്ടിൽ പോയി വന്നതൊക്കെ അറിഞ്ഞു. പുതിയ ഫയൽ വല്ലതും? പുതിയ ഫയലല്ലേ നോട്ടമുള്ളൂ? ഹേയ്, അങ്ങനെയൊന്നുമില്ല. എന്തൊക്കെ പറഞ്ഞാലും സണ്ണി സാറിന് ക്ഷീണമാ. ഫയല് നോട്ടം കുറെ കൂടുതലാണെന്ന് തോന്നുന്നു. ഒരു ക്ഷീണമില്ല. ക്ഷീണം ഉണ്ടെങ്കിൽ ഞാൻ പുഷ്പ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. റാണി ഇവിടെ? ഇത് വാങ്ങാൻ വന്നതാ. ഹോസ്റ്റലിലേക്കല്ലേ? അതെ. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. താങ്ക്സ്. ഞാൻ ബസ്സിൽ പോയിക്കോളാം. ഞാൻ ഏതായാലും ആ വഴിക്കാം. വിരോധമില്ലെങ്കിൽ പ്ലീസ്. നമുക്കിന്നൊരു പടത്തിന് പോവാം. ഞായറാഴ്ചയായിട്ട് ടിക്കറ്റ് കിട്ടുമോ? അതൊക്കെ സംഘടിപ്പിക്കാന്നേ. നമുക്കിന്നൊരു നല്ലൊരു പഴയ പടത്തിന് പോവാം. ഇനി നിനക്ക് എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട. ഒരു കാര്യം ചെയ്യ്, വിളിച്ചോ. ഗോപിയേട്ടനെ ഇപ്പൊ ഇങ്ങനെ കേടാക്കുന്നത്. ആവശ്യമുള്ളതൊക്കെ കൊണ്ട് കൊടുക്കുന്നില്ലേ? പിന്നെ
എന്തിനാ ഇപ്പൊ പൈസ? സാറിന് എന്തെങ്കിലും വേണമായിരിക്കുന്നത് പിടിച്ചോ. എനിക്കൊന്നും വേണ്ട. എന്നാ കയറി പോട്ടെ മോളെ. വരട്ടെ റാണി. അടുത്ത ആഴ്ച ഞാൻ വരില്ല, നീ അങ്ങോട്ട് വരണം. ഓക്കെ, ബൈ. അപ്പോ ഇവള് റാണിയുടെ ചേച്ചിയാണല്ലേ? കൊതി ചക്കയിട്ടപ്പോ മുതൽ ചത്തുന്ന് കേട്ടിട്ടേ ഉള്ളൂ. നീ അതിപ്പോ നേരിൽ കാണാൻ പോവുകയാണ്. ചേച്ചിയുടെ പേരെന്താ പറഞ്ഞത്? ഉഷ. കൂടെ വന്നത് ഭർത്താവാണോ? ഓ, ഭർത്താവാൻ പോവുകയായിരിക്കും. ആയിക്കോട്ടെ, അത് കഴിഞ്ഞു വേണം നമ്മൾക്ക്, അല്ലേ? ഞാനുള്ളതല്ലേ പറഞ്ഞത്. കുറച്ചാളോട് കഴിയട്ടെ, ഞാൻ നേരിട്ട് വന്ന് നിന്നെ എനിക്ക് കെട്ടിച്ചേരുമെന്ന് ചോദിക്കും. തന്നില്ലെങ്കിലോ? പിടിച്ചു വലിച്ചോണ്ടു. എന്താ, നീ വരില്ലേ? റാണി, ഉണ്ട്, വിളിക്കാം. ഗോപിയേട്ടാ, ഗോപിയേട്ടാ. പിന്നെന്താണാവോ വന്നത്? ഗോപി, തെറ്റ് എന്റേതാണ്, ഞാൻ സമ്മതിക്കുന്നു. അതിന് ലക്ഷ്മി നീ ഡൈവേഴ്സ് ചെയ്യാൻ പോകുന്നു. നീ എന്നെ ഇനിയും വേദനിപ്പിക്കരുത്. ഞാനായിട്ട് ആരെയും വേദനിപ്പിച്ചിട്ടില്ല. ലക്ഷ്മി കത്തയച്ചിട്ടും നീ മറുപടി അയച്ചില്ല. എനിക്കങ്ങനെ കത്തേ കിട്ടിയിട്ടില്ല. ചായ. വഴക്ക് നിങ്ങൾ തമ്മിലല്ലേ? ഈ ചായ എന്ത് കഴിച്ചു? അപ്പൊ നീ എന്താ പറയുന്നത്? എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ലക്ഷ്മിയോട് ഞാൻ എന്ത് പറയണം? വക്കീൽ നോട്ടീസ് ഉടനെ കിട്ടുമെന്ന് പറയണം. ഇനി നിന്റെ ഇഷ്ടം. ഞാൻ പോകുന്നു. പക്ഷെ ഒന്നുണ്ട്, ഒരു പെണ്ണിന്റെ മനസ്സ് വേദനിപ്പിച്ച് ഇനിയൊരുത്തിയുമായി മനസ്സമാധാനത്തോടെ ജീവിക്കാമെന്ന് നീ കരുതണ്ട. ഊണ് കഴിച്ചിട്ട് നാളെ കാലത്ത് പോയാ പോരെ? ഇത് ഇവിടെ നിന്ന് എന്റെ ലക്ഷ്മി വരേണ്ട വാക്കുകളാണ്. ഞാനും ഒരു മോളാണെന്ന് കരുതിക്കൂടെ? ഗോപിയേട്ടാ, ആ മനുഷ്യനെ തിരിച്ചു വിളിക്കൂ. നീ അകത്ത് പോ. ഞാൻ പോകാം. പക്ഷേ ഗോപിയേട്ടൻ സ്വന്തം മനസാക്ഷിയോട് ഒന്ന് ആലോചിച്ച് നോക്കൂ. ആലോചിക്കാനൊന്നുമില്ല, മനസ്സാക്ഷിയുമില്ല. എന്നാൽ എനിക്കുണ്ട്. ഗോപിയേട്ടൻ നാട്ടിൽ പോണം, അവരെ കൂട്ടിക്കൊണ്ടുവരണം. എന്നേക്കാൾ കൂടുതൽ മനസ്സിലാക്കിയ നീയാണ് ഇത് പറയുന്നത്. എന്നെക്കുറിച്ചുള്ള മതത്തിനും നന്ദി. പക്ഷെ അവർ എന്നെപ്പോലെ വന്നു കയറിയതല്ല. ഗോപിയേട്ടൻ 4 പേരറിയെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നതാണ്. ഉഷേ, നീ എന്നെ സ്നേഹിക്കുന്നില്ലേ? ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ അവർ ഗോപിയേട്ടന്റെ ഭാര്യയാണ്. ഗോപിയേട്ട, ഇപ്പൊ ഇവിടെ വന്നു പോയില്ലേ? ആ മനുഷ്യനാണ് നിന്റെയും അച്ഛൻ. ഗോപിയേട്ട, സ്വന്തം മകളെ തിരിച്ചറിയാൻ മാത്രം മഹാനായ നോവലിസ്റ്റ് രാമേന്ദ്രൻ വളർന്നില്ല, അല്ലേ ഉഷേ? എനിക്കെല്ലാം നേരത്തെ മനസ്സിലായി. കരയാതെ കരയാതെ. എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഗോപിയേട്ടൻ ചേച്ചിയെ കൊണ്ടുവരണം.
വന്നു കയറിയതല്ല. ഗോപേട്ടൻ 4 പേരെ അറിവ് വിവാഹം കഴിച്ചതാണ്. ഗോപേട്ടൻ അവരെ കൊണ്ടുവന്നേ പറ്റൂ. ഉഷേ, ഇന്നു മുതൽ നീ എന്നെ സാറേ എന്ന് വിളിക്കരുത്. ഉഷയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഗോപിയേട്ട എന്ന് വിളിച്ചോളൂ. ഗോപേട്ടൻ കഴിച്ചിട്ട് ഞാൻ ഉണ്ടോളാം. എന്താ, ഞാൻ വിളമ്പിത്തരുന്ന ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലെങ്കിലും വിളമ്പും. ഗോപേട്ടന് മദ്യപിക്കണമെങ്കിൽ ഇവിടെ നിന്ന് മദ്യപിച്ചൂടെ? എന്തിനു വെളിയിൽ പോകണം? സ്നേഹം കൊണ്ട് പറഞ്ഞതാ. തെറ്റാണെങ്കിൽ ക്ഷമിച്ചേക്കൂ. ഇന്നലെ വരെ നടന്നത് ഒരു ചീത്ത സ്വപ്നമാവട്ടെ. ഇന്നു മുതൽ ഒരു പുതിയ ജീവിതം. ഉഷേ, നിന്നെ എനിക്കിഷ്ടമാണ്. എനിക്കും ഗോപേട്ടനെ ഇഷ്ടമാണ്. നിന്നെ ഞാൻ വിവാഹം കഴിക്കും. അതൊക്കെ വിവാഹം കഴിഞ്ഞിട്ട്. എന്നിട്ട് മതിയല്ല. എനിക്കുള്ളതെല്ലാം ഗോപേട്ടന്റേതാണ്. ഗുഡ് നൈറ്റ്. ഉഷേ, നീ എവിടെ പോകുന്നു? എവിടേക്കാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പോകുന്നു. മരവിച്ചൊരു ഹൃദയമായിട്ടാണ് ഞാനിവിടെ കയറി വന്നത്. ഗോപേട്ടന്റെ സ്നേഹം എനിക്കൊരു പുതിയ ജീവിതം തന്നു. അർത്ഥമില്ലാത്തത് പലതും ഞാൻ മോഹിച്ചു. എല്ലാ സ്വപ്നങ്ങളും പൂവണിയുന്ന മുഹൂർത്തത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നു. നീ എന്തൊക്കെയായി പറയുന്നത്? നിന്നെ മറക്കാൻ എനിക്കൊരിക്കലും കഴിയില്ല കുട്ടി. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടുന്ന് പോകുന്നത്. ഞാനിവിടെ നിന്നാൽ ഒരിക്കലും ഗോപേട്ടന് സ്വസ്ഥതയുണ്ടാവില്ല. ചേച്ചിയുടെ സ്ഥാനത്തേക്ക് ഞാൻ വലിഞ്ഞേറാൻ പാടില്ല ഗോപേട്ട. ഗോപേട്ടൻ ഒരിക്കൽ എന്നോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഇതുവരെ നടന്നത് ഒരു ചീത്ത സ്വപ്നമാവട്ടെ എന്ന്. ഇന്നു മുതൽ ഒരു പുതിയ ജീവിതമെന്ന്. ഗോപേട്ട, ഗോപേട്ടൻ എന്നെ ഒരു അനിയത്തിയെ കാണണം. ഗോപേട്ടൻ ചേച്ചിയെ കൊണ്ടുവരണം. എന്റെ കയ്യിലെടുത്ത് സത്യം ചെയ്യൂ. കൊണ്ടുവരാമെന്ന്. കൊണ്ടുവരില്ലേ? അരി എന്തുവാ നോക്കണം. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. നിന്റെ തുണി വല്ലതും അലക്കാനുണ്ടോ? ഞാൻ അലക്കിയിട്ടുള്ള ചേച്ചി. അതിനി വേറൊരു സമയം ഞാൻ അലക്കാം. ഇതാരാന്ന് നിനക്കറിയാമോ? എടി അറിയാമോന്ന്? സണ്ണിച്ചേട്ടൻ എന്നെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. സണ്ണിച്ചേട്ടനോ? എടി എന്നെ തൊട്ടുപോരുത്. എനിക്ക് ആ മനുഷ്യന് ഇഷ്ടമാണ്. എന്നെ വഞ്ചിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്കത് മതി. ഞാനൊരാളെ ഇഷ്ടപ്പെടുന്നത് തെറ്റാണോ? അല്ലടി. പക്ഷേ നിനക്ക് ആള് മാറിപ്പോയി. എടി അതാരാണെന്ന് നിന്റെ വിചാരം? വേറെ ജാതിയായിട്ടല്ലേ ചേച്ചി എന്നെ? അയ്യോ, അയാൾ എന്നെയും നിന്നെയും വഞ്ചിക്കാൻ ശ്രമിച്ചവനാണ്. പുഷ്പയുടെ വലങ്കൈ. ചേച്ചി അതെടി, നിന്നെ ഹോസ്റ്റലിൽ ചേർത്തിട്ട് തിരിച്ചു വരുമ്പോ എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചത് ആരാ? ഈ നീജൻ. ശരിയാവാം. പക്ഷേ ആ പഴയ സണിയല്ലേ ഇപ്പോ? എന്തിന്? പണ്ട് ഗോപേട്ടൻ ആരായിരുന്നു? റാണി, ഞാൻ തോറ്റടി.
റാണി, നീ അവനെ വിശ്വസിക്കരുത്. അവൻ മനഃപൂർവ്വം നമ്മളെ വഞ്ചിക്കും. നിന്നെ സൂക്ഷിക്കാൻ മാത്രം നീ വലുതായിട്ടുണ്ട്. അതോർത്താൽ നിനക്ക് നല്ലത്. നിന്റെ നന്മയ്ക്ക് വേണ്ടി പറയുന്നു. റാണി, നീ അവനെ മറന്നേക്ക്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? നീ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ചേച്ചി പറയുന്നത്. നിന്റെ ഇഷ്ടം.